ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളേവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ക്രിസ്മസ് കാലങ്ങളിൽ ക്രിസ്മസിന്റെ ആഘോഷവുമായി മുൻപോട്ട് പോകുന്നു നമുക്ക് ക്രിസ്മസ് എന്നാൽ എന്ത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. തീർച്ചയായിട്ടും നാം കുഞ്ഞുങ്ങളോട് വാട്ട് ഈസ് എ ക്രിസ്മസ്, ക്രിസ്മസ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ അവർ പറയും, സിമ്പിളായിട്ട് എനിക്ക് പുതിയ വസ്ത്രങ്ങൾ കിട്ടും, പടക്കം പൊട്ടിക്കുവാൻ കഴിയും, ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ്. യൗവനക്കാർ യുവതികളോട് ചോദിച്ചാൽ അല്പകാലാവധിയിൽ ഒരു അടിച്ചുപൊളി ജീവിതം എന്ന് പറയും. മുതിർന്നവരോട് ചോദിച്ചാൽ അവർ പറയും, ഈ അല്പ ദിവസം ഞങ്ങൾക്ക് ഫാമിലി റീയൂണിയൻ ഉണ്ട്, കുടുംബമായിട്ട് സന്തോഷമായിട്ട് ഭക്ഷണങ്ങൾ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ പോകുന്നത് ക്രിസ്മസ് എന്ന് പറയും. എന്നാൽ യഥാർത്ഥമായിട്ട് വാട്ട് ഈസ് എ ക്രിസ്മസ്, ക്രിസ്മസ് എന്നാൽ എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും അത്യാവശ്യമായിരിക്കും. ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം ഞാൻ ഇന്ന് നിങ്ങളോടുകൂടെ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. വാട്ട് ഈസ് ക്രിസ്മസ് നമ്മളോട് തന്നെ ചോദിച്ചാൽ, ഒന്ന്, ഇറ്റ്സ് an inauguration of God's plan on earth. ദൈവത്തിന്റെ പദ്ധതികളുടെ ഒരു തുടക്കമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഭൂമിയിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ച പല പദ്ധതികളുടെയും തുടക്കമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യ ഏതേനിൽ ദൈവം ആദാമിനെയും ഹവ്വയും സൃഷ്ടിച്ചു. തന്നോടുകൂടെ ബന്ധം പുലർത്തുവാനാണ്, തന്നോടുകൂടെ ആയിരിക്കാനും, ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഒരു ദൈവത്തോടുകൂടെ ഉള്ള ഒരു അടുപ്പം അതിനു വേണ്ടിയായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ക്രമേണ ശത്രുവായവൻ വന്ന് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അവരെ മാറ്റിയതേ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. പിന്നത്തേതിൽ ദൈവം പ്രവാചകന്മാരെ അയച്ചു. കാലാകാലങ്ങളിൽ ഇസ്രായേലിൽ ദൈവത്തിൽ നിന്ന് മറന്നു പോകുമ്പോൾ, ദൈവമല്ലാതെ ജീവിക്കുമ്പോൾ തന്റെ സന്ദേശവുമായി പ്രവാചകന്മാരെ അയക്കുകയും രാജാക്കൾ എഴുന്നേൽക്കുകയും പല പ്രവർത്തനങ്ങളിൽ കൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചപ്പോഴൊക്കെയും ദൈവത്തിന്റെ പദ്ധതികൾ സമ്പൂർണമായി പ്രവർത്തിയിരിക്കുവാൻ കഴിഞ്ഞില്ല. പുതിയ നിയമത്തിൽ തന്റെ ഒരേ പുത്ര ഏകജാതനായ ക്രിസ്തുവിനെ ലോകത്തിൽ അയച്ച് ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്തൊക്കെയാണ് പദ്ധതികൾ? ധാരാളമാണ്. ഒന്ന് രണ്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരട്ടെ. ഒന്ന്, സെറ്റ് ക്യാപ്റ്റീവ്സ് ഫ്രീ എന്നാണ്. ബദ്ധന്മാർക്ക് ഒരു സ്വാതന്ത്ര്യം മെസ്സിയാ 61:1. അപ്പൊ പഴയ നിയമത്തിന്റെ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇരുണ്ട കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ സൈലന്റ് പീരീഡ് കഴിയുമ്പോൾ യേശു ക്രിസ്തു ഭൂലോകത്തിൽ അവതരിക്കുകയും ദൈവത്തിന്റെ പദ്ധതികൾ ഈ ലോകത്തിൽ ഉദ്ഘാടനം എന്ന് നമുക്ക് പറയാം തുടങ്ങുന്ന ഒരു സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഈ വർഷം ചിന്തിക്കുന്ന ക്രിസ്മസ് എന്നാൽ എന്ത് എന്ന് പറഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന പദ്ധതികൾക്ക് തുടക്കമാണ്. ക്രിസ്തുവിനെ അറിയാത്തവർ, ക്രിസ്തുവിനെ അറിഞ്ഞവർ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ലോകത്തിന്റെ അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ലോകം ഉളവാകുന്നതിന് മുൻപ് തന്നെ ഞാൻ എന്ത് എന്ന് ഉള്ളതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇതുവരെയും നിറവേറുവാൻ കഴിയാതിരിക്കുമ്പോൾ യേശു എന്നിലേക്ക് വന്നു കഴിയുമ്പോൾ ആ പദ്ധതികളുടെ ഒരു തുടക്കമായി നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാവിൽ തന്നെ നമുക്കറിയാം, ജാതികൾക്ക് ന്യായപാലനം ചെയ്യുവാൻ ദൈവം അയച്ച ക്രിസ്തു നമുക്കറിയാം. അപ്പോ യഹൂദന്മാർ തങ്ങൾക്ക് മാത്രം ദൈവം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിന്നും ഒരു പുതിയ ഒരു ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ജാതികളിലേക്കും സുവിശേഷം പകരണം എന്ന ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന്റെ തുടക്കമാണ് യേശു ലോകത്തിൽ അവതരിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്രിസ്മസ് എന്നാൽ എന്താണ്? ഇനോഗ്രേഷൻ ഓഫ് ഗോഡ്സ് പ്ലാൻ ഓൺ എർത്ത്. ദൈവത്തിന്റെ പദ്ധതികൾ ഭൂലോകത്തിൽ നടപ്പിലാക്കുന്നതിന്റെ തുടക്കമാണ് യേശു ലോകത്തിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഇന്ന് ക്രിസ്മസിൽ നാം വെറും ഒരു അടിച്ചുപൊളി ജീവിതം എന്നുള്ളത് വിട്ടിട്ട് ദൈവത്തിന്റെ പദ്ധതികൾ ലോകത്തിൽ സമ്പൂർണമായി അത് നിറവേറണം, നമ്മളിൽ നിറവേറണം, നമ്മുടെ കുടുംബങ്ങളിൽ, ആലയങ്ങളിൽ ഉളവാകണമെന്ന ചിന്തയോട് പോയാൽ അത് തീർച്ചയായും അനുഗ്രഹമായിരിക്കും. രണ്ടാമതായി, വാട്ട് ഈസ് ക്രിസ്മസ്? ക്രിസ്മസ് എന്നാൽ എന്താണ്? നമുക്ക് അറിയാം, ഇറ്റ്സ് എൻ ഇൻട്രൊഡക്ഷൻ ടു ന്യൂ ബിഗിനിങ്. ഒരു പുതിയ ആരംഭത്തിന്റെ ഒരു ആമുഖം അല്ലെങ്കിൽ മുഖവര എന്ന് നമുക്ക് പറയുവാൻ കഴിയും. യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുമ്പോൾ പ്രവചനത്തിൽ കൂടെ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, മത്തായി, ലൂക്കോസ് എല്ലാം വായിക്കുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി അല്ലെങ്കിൽ ഒരു മകനെ പ്രസവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സോഫാർ അതുവരെയും ഒരു പുരുഷനുമായിട്ടുള്ള ഒരു ബന്ധമില്ലാതെ ഒരു കുഞ്ഞിന് ഒരു ജന്മം നൽകുവാൻ കഴിയുകയില്ല. എന്നാൽ അന്ന് ആദ്യമായി ഒരു പുരുഷന്റെ ബന്ധം ഇല്ലാതെ പരിശുദ്ധാത്മാവിനാൽ കൺസീവായി കന്യകയായി മാറിയ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ഒരു പുതിയ ആരംഭം എന്താണ്? യേശു ക്രിസ്തുവിന്റെ ജനനത്തോട് മനുഷ്യനാൽ അസാധ്യമായത്
സാധ്യമാക്കുക. അപ്പൊ ഇമ്പോസിബിൾ എന്ന് എല്ലാവരും പറഞ്ഞാൽ സാധ്യമല്ല, മറിയേ അത് സാധ്യമല്ല. പക്ഷെ യേശുവിന്റെ ജനനം സാധ്യമാക്കി. ഇന്ന് ദൈവമക്കളെ, ക്രിസ്മസ് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായി തോന്നുന്നതെല്ലാം സാധ്യമാക്കുന്നതിന്റെ ഒരു തുടക്കം മാത്രമാണ്. മാത്രമല്ല, നമ്മൾ ചിന്തിക്കണം, യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ആട്ടിടയന്മാർ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്ക് ദൂതന്മാർ പോയി പറയുകയാണ്. ആ സന്തോഷത്തിന്റെ ഒരു സന്ദേശം അറിയിക്കുകയാണ്, യേശു ക്രിസ്തു ഭൂലോകത്തിൽ ജനിച്ചിരിക്കുകയാണ്. ഇടയന്മാർ ആരാണ്? കഷ്ടതയിൽ കൂടെ, പാടുകളിൽ കൂടെ ഈ തങ്ങൾക്ക് കിട്ടിയ ആടുകളൊക്കെ പരിപാലിക്കുന്നവർ. അവർക്ക് ഈ ഫെസ്റ്റിവൽ സീസൺസിലൊന്നും ദൈവാലയത്തിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അപ്രസ്റ്റായിട്ട് ഞെരുക്കപ്പെട്ട ഒരു കൂട്ടമായി ഒരു സ്ഥലത്ത് കാണപ്പെടുക. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഞെരുക്കപ്പെട്ട് കിടക്കുന്നവർക്ക് ആ സന്ദേശം കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒതുക്കപ്പെട്ട് കിടക്കുന്നവർക്ക് മാത്രമാണ് ക്രിസ്തീയ സന്ദേശം. ഇല്ല, അതേ സന്ദേശം വിദ്വാൻമാർക്ക് അയക്കപ്പെട്ടു. വിദ്വാൻമാർക്ക് കൂടെ രാജാവിന് കിട്ടി. അപ്പൊ എല്ലാ കാറ്റഗറി, എല്ലാ ക്ലാസ്സിലുള്ള ജനങ്ങൾക്കും യേശുവിന്റെ ജനനം അറിയിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നോ ഫേവറിറ്റിസം അറ്റ് ഓൾ. ഒരിക്കലും മുഖപക്ഷമില്ലാത്തതാണ് ക്രിസ്തുവിന്റെ ജനനം. അപ്പൊ ദൈവമക്കളെ, ഇന്ന് ക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷപരിപൂർണമാക്കുന്ന നിങ്ങൾ ഓർക്കേണ്ടത്, ക്രിസ്തുവിന്റെ മുൻപിൽ, യേശുവിന്റെ മുൻപിൽ ഒരിക്കലും മുഖപക്ഷമില്ല. ലോകത്തിൽ പല കാറ്റഗറി ഉണ്ട്, ഡിവിഷൻസ് ഉണ്ട്. എന്നാൽ യേശുവിന്റെ മുൻപിൽ ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ കാണണം. യേശു ക്രിസ്തുവിന്റെ ജനനം അതാണ് ഒരു പുതിയ ആരംഭമായി നമുക്ക് കാണുവാൻ കഴിയും. അപ്സൈഡ് ഡൗൺ കിങ്ഡം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. തലകീഴായിക്കപ്പെട്ട ഒരു രാജ്യമാണ് യേശുവിന്റെ രാജ്യം. യേശു വന്നപ്പോൾ രാജാക്കന്മാർ പാലസിലാണ് ജനിക്കണം. നമുക്കറിയാമല്ലോ, സ്ഥലമില്ലാത്തത് കൊണ്ട് പശുത്തൊട്ടിയിൽ ജനിച്ചു. യേശു മുഴുവനുമായി തലകീഴായി മറിച്ചതാണ്. ഒരു പുതിയ തുടക്കത്തിന്റെ ആരംഭം അല്ലെങ്കിൽ പരിചയപ്പെടുത്തലാണ് യേശു ക്രിസ്തുവിന്റെ ജനനം. അപ്പൊ ഇന്ന് യേശു ക്രിസ്തുവിന്റെ ജനനം നമ്മിൽ ദൈവത്തിന്റെ പദ്ധതികൾ ഓരോന്നോരോന്നായി വെളിപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവിന്റെ ജനനം നമ്മിൽ ഒരു പുതിയ ആരംഭം, നമ്മളെ കൊണ്ട് കഴിയാത്തത് അസാധ്യങ്ങളെ സാധ്യമാക്കുകയും എല്ലാവരെയും തുല്യം എന്ന് കാണിക്കുകയും ദൈവത്തിന്റെ രാജ്യം നമ്മുടെ ചിന്തകൾക്കും അപ്പുറം എന്ന് കാണിക്കുന്ന ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വരട്ടെ. നാം ആഘോഷിക്കുന്ന ക്രിസ്മസിൽ വെറും ആഘോഷങ്ങളിൽ മുങ്ങിപ്പോകാതെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നാം നമ്മുടെ ചുറ്റിലും നിൽക്കുന്നവരെ കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നാം ആഘോഷിക്കുന്ന ക്രിസ്മസ് അനുഗ്രഹമായിരിക്കും. അന്ന് അവിടെയല്ല, ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലും യേശു ജനിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലേക്ക് വളരട്ടെ. ക്രിസ്മസ് അനുഗ്രഹമായി, മീനിങ് ആയി നമ്മളിലേക്ക് ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ പരിപാലിക്കട്ടെ. ഒരാഘോഷപരിപൂർണമായ സന്തോഷവും അനുഗ്രഹമായ ഒത്തൊരുമയുടെ ഒരു ക്രിസ്മസ് കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ള ആശംസയോടുകൂടെ ഈ തിരുവചനത്തെ ദൈവങ്ങൾ തരുന്നു. കേൾക്കുന്ന സകലരെയും ദൈവം